നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് പ്രതി സന്ദീപിന് ജീവപര്യന്തം. പശ്ചിമേഷ്യൻ വാണിജ്യ LPG വിഹിതം 50% ഉയർത്തി കേന്ദ്ര സർക്കാർ. ക്ഷേമ പെൻഷൻ വിതരണം 25 മുതൽ, ഏപ്രിലെ പെൻഷൻ വിതരണം 31 തുടങ്ങും. കാസർഗോഡ് ഷാനവാസ് പാതൂരം, തിരുവനന്തപുരം സെൻട്രലിൽ സുധീർ കരമനിയും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. തളിപ്പറമ്പിൽ KPCC അംഗം UDF വിമത. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് പ്രതി സന്ദീപിന് ജീവപര്യന്തം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജൻ വന്ദനാദാസിനെ 25 കുത്തിക്കൊന്ന കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. കേസിൽ സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി മുമ്പ് കണ്ടെത്തിയിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം കഠിന തടവ്, വധശ്രമത്തിന് 10 വർഷം കഠിന തടവ്, 326 വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവ്, ആശുപത്രിയിൽ അതിക്രമം നടത്തിയതിന് 5 വർഷം കഠിന തടവ് എന്നിങ്ങനെയാണ് ശിക്ഷാ വിന്യാസം. 353, 24, 32, 33 വകുപ്പുകൾ പ്രകാരം ആദ്യ 30 വർഷം ശിക്ഷ അനുഭവിച്ചതിന് ശേഷമാകും ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുക. ശിക്ഷാവിധി അപര്യാപ്തമെന്ന് കാണിച്ച് പ്രോസിക്യൂഷൻ മേൽക്കോടതിയിൽ അപ്പീൽ നൽകും. ചികിത്സയ്ക്കിടെ അക്രമാസക്തനായ സന്ദീപിൻ്റെ കുത്തേറ്റ് 2023 മെയ് 10-നാണ് ഹൗസ് സർജൻ വന്ദനാദാസ് കൊല്ലപ്പെട്ടത്. ഹെഡ് പോസ്റ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കൊട്ടാരക്കര സ്റ്റേഷനിലെ ASI മണിലാൽ, പുയ്യപ്പള്ളി സ്റ്റേഷനിലെ ഹോം ഗാർഡ് അലക്സ് കുട്ടി, സന്ദീപിൻ്റെ അയൽവാസി CPM ഒട്ടാനവട്ടം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ബിനു എന്നിവർക്കാണ് ഗുരുതര പരിക്കേറ്റത്. നെടുമ്പന UP സ്കൂൾ അധ്യാപകനായ സന്ദീപ് കാഷ്വാലിറ്റി ഡ്രസ്സിംഗ് റൂമിലെ കത്രിക ഉപയോഗിച്ചായിരുന്നു ആക്രമിച്ചത്. വന്ദനാദാസിനെ കൊട്ടാരക്കര വിജയ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രാവിലെ 8:25 മരിച്ചു. കൊലപാതകം, വധശ്രമം, ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ മാരകമായി പരിക്കേൽപ്പിക്കുക, മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, അന്യായമായി തടഞ്ഞു വയ്ക്കുക, സർക്കാർ ഉദ്യോഗസ്ഥനെ ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തുന്നതിനായി ആക്രമിക്കുക, തെളിവ് നശിപ്പിക്കൽ, വധഭീഷണി മുഴക്കൽ, പൊതുപ്രവർത്തകനെ ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പരിക്കേൽപ്പിക്കുക, ആശുപത്രി സംരക്ഷണ നിയമം എന്നിവ പ്രകാരമാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. 2023 മെയ് 10-ന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഓടാനവട്ടം സ്വദേശി ശ്രീനിലയത്തിൽ സന്ദീപിനെ വൈദ്യ പരിശോധനയ്ക്കായി പോലീസ് ആശുപത്രിയിലെത്തിച്ചായിരുന്നു. പരിശോധനയ്ക്കിടെ അക്രമാസക്തനായ സന്ദീപ് വന്ദനയെയും ഒപ്പമുണ്ടായിരുന്നവരെയും ആക്രമിക്കുകയായിരുന്നു. വ്യവസായി കോട്ടയം മുട്ടച്ചിറ പട്ടാളമുക്ക് നമ്പിച്ചിറകാലയിൽ KG മോഹൻദാസിൻ്റെയും തിരുവനന്തപുരം സ്വദേശി വസന്തകുമാരുടെയും ഏക മകളായ ഡോക്ടർ വന്ദനാദാസ് മിയണ്ണൂർ അസീസിയ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. ക്ഷേമ പെൻഷൻ വിതരണം 25 മുതൽ. ഏപ്രിൽ മാസത്തെ പെൻഷൻ ഇമ്മാസം വിതരണം ഇമ്മാസം 31-ന് തുടങ്ങും. മാർച്ചിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ 25 മുതൽ വിതരണം ചെയ്യും. ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷനും ഈ മാസം തന്നെ നൽകും. വിഷു പ്രമാണിച്ചാണ് ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ നൽകുന്നത്. ഇതിന് ആവശ്യമായ പണം അനുവദിച്ച് നേരത്തെ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. രണ്ടാം പിണറായി സർക്കാർ 51,534 കോടി രൂപയാണ് ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തത്. 62 ലക്ഷത്തോളം പേർക്കാണ് 2000 രൂപ വീതം പെൻഷൻ ലഭിക്കുക. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി നേരിട്ട് തുക കൈമാറും. ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അതാത് ബോർഡുകൾ വഴി വിതരണം ചെയ്യും. ഒന്നാം പിണറായി സർക്കാർ 35,154 കോടി രൂപ പെൻഷൻകാർക്ക് ലഭ്യമാക്കി. UDF സർക്കാരിൻ്റെ കാലത്ത് 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. 1-2 പിണറായി സർക്കാരുകൾ ഘട്ടം ഘട്ടമായി 2000 രൂപയായി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ പ്രതിമാസം 1050 കോടിയോളം രൂപയാണ് പെൻഷനായി നൽകുന്നത്. ഇത് ഒരു കുടിശ്ശികയുമില്ലാതെ അതാത് മാസം തന്നെ വിതരണം ചെയ്യുന്നു. നിലവിൽ ഒരു വർഷം ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി വരുന്നത് 14,500 കോടി രൂപയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് രാജ്യത്തെ വാണിജ്യ LPG വിതരണത്തിൽ 20% അധിക വിഹിതം അനുവദിച്ച് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ഉത്തരവിറക്കി. ഇതോടെ വാണിജ്യ സിലിണ്ടറുകളുടെ ആകെ വിഹിതം 50% ഉയർന്നു. മാർച്ച് 23 മുതൽ പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. നേരത്തെ അനുവദിച്ച 10% വർധനവിന് പുറമെയാണ് പുതിയ തീരുമാനം. പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപഭോക്തയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി നീക്കത്തിന് പിന്നിലുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ വിഹിതം പ്രധാനമായും ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ധാബകൾ, ഭക്ഷണ
സംസ്കരണ യൂണിറ്റുകൾ, ഡയറി യൂണിറ്റുകൾ എന്നിവയ്ക്കായിരിക്കും മുൻഗണന നൽകുക. കൂടാതെ സംസ്ഥാന സർക്കാരുകളോ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളോ നടത്തുന്ന സബ്സിഡി ക്യാന്റീനുകൾ, കമ്മ്യൂണിറ്റി കിച്ചണുകൾ എന്നിവയ്ക്കും ഇതിന്റെ ഗുണം ലഭിക്കും. കുടിയേറ്റ തൊഴിലാളികൾക്കായി 5 കിലോയുടെ ഫ്രീ ട്രേഡ് LPG സിലിണ്ടറുകൾ ലഭ്യമാക്കാനും വ്യവസ്ഥതയുണ്ട്. സിലിണ്ടറുകൾ ലഭ്യമാക്കുന്നതിന് വാണിജ്യ ഉപഭോക്താക്കൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം അതത് നഗരങ്ങളിലെ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ഏജൻസികളിൽ PNG കണക്ഷനായി അപേക്ഷ നൽകുകയും അത് സ്വീകരിക്കാൻ സജ്ജരാകുകയും വേണമെന്ന നിബന്ധനയും കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വിവിധ മണ്ഡലങ്ങൾക്കായുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ തരംതിരിച്ചു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ഓരോ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റുകളും ചാർജ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ തരംതിരിച്ചു. താലൂക്ക് ഓഫീസ് വളപ്പിലെ വെയർഹൌസിൽ സൂക്ഷിച്ചിരുന്ന EVM, VVPAT എന്നിവ ജില്ലാ കളക്ടറുടെ അരുൺ K. വിജയൻ ചാർജ് ഓഫീസർമാർക്ക് കൈമാറി. ജില്ലയിലെ 11 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായിരുന്നു. ഈ യന്ത്രങ്ങൾ വീണ്ടും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം ചാർജ് ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ അതത് മണ്ഡലങ്ങൾക്ക് വെയർഹൌസിൽ സജ്ജീകരിച്ച മുറികളിലേക്ക് മാറ്റുന്ന പ്രവൃത്തിയാണ് തുടങ്ങിയത്. യന്ത്രങ്ങൾ മാർച്ച് 23-ന് സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും. കണ്ണൂർ ജില്ലയിൽ 52,163 പ്രവാസി വോട്ടർമാർ. 18-ഉം 19-ഉം പ്രായമുള്ള വോട്ടർമാരുടെ എണ്ണം 40,263. ജനുവരി 1 കണക്കനുസരിച്ച് 52,163 പ്രവാസി വോട്ടർമാരാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. ഇത് SIR പട്ടിക വരുന്നതിന് മുമ്പായിരുന്നു. പ്രവാസി വോട്ടർമാരുടെ എണ്ണത്തിൽ 274% കൂടുതലാണ്. SIR പട്ടിക വരുന്നതിന് മുമ്പ് 2025 ഒക്ടോബർ 27 കണക്കനുസരിച്ച് 13,922 പേരായിരുന്നു ജില്ലയിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന പ്രവാസി വോട്ടർമാർ. 18-നും 19-നും ഇടയിൽ പ്രായമുള്ള വോട്ടർമാർ ജില്ലയിൽ 40,263 പേരാണ്. ഈ വിഭാഗത്തിലും SIR പട്ടികയ്ക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ 28% വർധന. ജില്ലയിലെ സർവീസ് വോട്ടർമാർ 6,544 പ്രത്യേകം ദുർബലരായ ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരെ ജില്ലയിലുള്ളൂ. ഈ വിഭാഗത്തിൽപ്പെടുന്ന 18 പേർ ജില്ലയിലുണ്ടെന്നാണ് കണക്ക്. എല്ലാവരും കാട്ടുനായ്ക്ക ഗോത്രത്തിൽ നിന്നുള്ളവരാണ്. ഇവരിൽ 11 പേർ 18-ന് മുകളിൽ പ്രായമുള്ളവർ. കണ്ണൂർ ജില്ലയിൽ ആകെ 21,60,6,990 വോട്ടർമാരാണുള്ളത്. ഇതിൽ 11,18,589 സ്ത്രീകളും 10,41,890 പുരുഷന്മാരും. 11 പേർ ട്രാൻസ്ജെൻഡറുമാണ്. രേഖകളില്ലാത്ത 5 ലക്ഷം രൂപ പിടികൂടി. രേഖകളില്ലാത്ത കൊണ്ടുപോകുകയായിരുന്ന 5 ലക്ഷം രൂപ ജില്ലയിൽ നിന്നും അധികൃതർ പിടികൂടി. ജില്ലകളിലെ 11 മണ്ഡലങ്ങളിൽ നിന്നും 5 ലക്ഷം രൂപ മൂല്യം വരുന്ന 2,270 ലിറ്റർ മദ്യവും 201 ലക്ഷം രൂപയുടെ ലഹരി പദാർത്ഥങ്ങളും 18 ലക്ഷം രൂപയുടെ മൂല്യമുള്ള മറ്റു വസ്തുക്കളും പിടിച്ചെടുത്തു. ആകെ 51 ലക്ഷം രൂപയാണ് പിടിച്ചെടുത്തവയുടെ മൂല്യം. UDF അഴീക്കോട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കരീം ചേലേരിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പുതിയൊരു ഹൈവേ ജംഗ്ഷനിൽ AICC പ്രവർത്തക സമിതി അംഗം K. സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ K. പ്രമോദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KT സാദുള്ള, അഷ്കർ കണ്ണാടിപ്പറമ്പ്, കൂക്കൂരി രാജേഷ്, NA ഗഫൂർ, നിഖേത് നാറാത്ത്, ഗഫൂർ മാട്ടൂർ, ബ്ലാത്തൂർ അബൂബക്കർ ഹാജി, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കരീം ചേലേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. കണ്ണൂർ നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി TO മോഹനന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ K. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ അസംബ്ലി UDF ചെയർമാൻ MP മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. PC അഹമ്മദ് കുട്ടി സ്വാഗതം പറഞ്ഞു. അബ്ദുറഹ്മാൻ കല്ലായി മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, PT മാത്യു, സോണി സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് ലത്തീഫ് സലാം, രാജീവൻ എളയാവൂർ, VV പുരുഷോത്തമൻ, ദിജിൽ മാക്കുറ്റി, സലീം, CM ഗോവിന്ദൻ, ജോൺസൺ, KP താഹിർ, അഡ്വക്കേറ്റ് P. ഇന്ദിര, മുസ്ലിം മഠത്തിൽ, സജീവ് മാറോളി, അമൃത രാമകൃഷ്ണൻ, C. സമീർ, P. മാധവൻ, സുരേഷ് ബാബു എളയാവൂർ, മനോജ് കുവേരി, സുധീഷ് മുണ്ടേരി, രാഹുൽ കൈക്കൽ, ലക്ഷ്മണൻ, അഡ്വക്കേറ്റ് MP മുഹമ്മദ് അലി ചെയർമാനും രാജീവൻ എളയാവൂർ ജനറൽ കൺവീനറും C. ഗോപിനാഥ് ട്രഷററും 501 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കണ്ണൂർ ജില്ലയിലെ 11 LDF സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം മണ്ഡലം സ്ഥാനാർത്ഥി ഇന്നലെ പത്രിക സമർപ്പിച്ചിരുന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളി തെക്കി ബസാറിൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നിന്നും കാൽനടയായി പ്രവർത്തകരോടൊപ്പം ജില്ലാ കളക്ടറേറ്റ് എത്തി ഡെപ്യൂട്ടി കളക്ടർ ബിജു സിയുടെ മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു.
മുൻ മന്ത്രിയും CPM നേതാവുമായ EP ജയരാജൻ, കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ EPR വേശാല, ബാബു ഗോപിനാഥ്, LDF ജില്ലാ കൺവീനർ N ചന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. LDF കല്യാശ്ശേരി മണ്ഡലം സ്ഥാനാർത്ഥി M വിജിൻ പത്രിക സമർപ്പിച്ചു. ഭരണാധികാരി ജില്ലാ സപ്ലൈ ഓഫീസർ KN ബിന്ദു മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായിട്ടാണ് പത്രിക സമർപ്പിച്ചത്. ഇരിക്കൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി, തളിപ്പറമ്പ് RDO വന്ദന SKS മുമ്പാകെ പത്രിക സമർപ്പിച്ചു. LDF നേതാക്കളും പ്രവർത്തകരും തളിപ്പറമ്പ് മണ്ഡല കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രകടനമായി നീങ്ങുകയാണ് പത്രിക സമർപ്പിച്ചത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ജോയ് കൊന്നക്കൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കുറ്റിയാകുറ്റം, CPM സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M കരുണാകരൻ, PV ഗോപിനാഥ്, CPI ജില്ലാ കൗൺസിൽ അംഗം VG സോമൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. തളിപ്പറമ്പ് മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്യാമള ടീച്ചർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ തളിപ്പറമ്പ് തഹസിൽദാർ K സന്തോഷ് മുൻപാകെ പത്രിക നൽകി. 2 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, ഏരിയ സെക്രട്ടറി K സന്തോഷ്, LDF നേതാക്കളായ CM കൃഷ്ണൻ, KV ഗോപിനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു. രാവിലെ 10:30 പൂക്കോത്ത് നടയിൽ പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. പേരാവൂർ നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ പകൽ 11-ന് ഇരിട്ടി താലൂക്ക് ഓഫീസിൽ ഉപവരണാധികാരി അനീഷ് ശങ്കർ മുമ്പാകെ നോമിനേഷൻ സമർപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, രാജ്യസഭ MP ഡോക്ടർ V ശിവദാസൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി KV സക്കീർ ഹുസൈൻ, പ്രസിഡന്റ് അജയൻ പായം എന്നിവർ സംബന്ധിച്ചു. പത്രിക സമർപ്പണത്തിന് മുമ്പായി ഇരിട്ടി പാലത്തിന് സമീപം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് LDF നേതാക്കളായ വത്സൻ പനോളി, K ശ്രീധരൻ, CM ജോർജ്, ബാബുരാജ് പായം, അപ്പച്ചൻ മലോത്ത്, CVM വിജയൻ, ബാബുരാജ് ഉളിക്കൽ, SMK മുഹമ്മദ് അലി, CT അനീഷ്, M രാജൻ, PP അശോകൻ, VG പത്മനാഭൻ, മുനീറോ, GG ജോയ്, NG റോസമ്മ എന്നിവരുടെ നേതൃത്വത്തിൽ LDF പ്രവർത്തകർ പ്രകടനമായിട്ടാണ് പത്രിക സമർപ്പണത്തിൽ എത്തിച്ചേർന്നത്. മട്ടന്നൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി VK സനോജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരി LSGD ജോയിന്റ് ഡയറക്ടർ PT ജയപ്രസാദ് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. LDF നേതാക്കളെ EP ജയരാജൻ, P പുരുഷോത്തമൻ, MV ചന്ദ്രബാബു, M രതീഷ്, MV സരള, CV ശശീന്ദ്രൻ, C വിജയൻ, D മുനീർ, KP രമേശൻ, KP അനിൽകുമാർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് പത്രിക സമർപ്പിക്കാനെത്തിയത്. അഴീക്കോട് മണ്ഡലം സ്ഥാനാർത്ഥി KV സുമേഷ്, വരണാധികാരി കൂടിയായ കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടർ AK അനീഷിനു മുൻപാകെ പത്രിക സമർപ്പിച്ചു. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് കളക്ടറേറ്റിലെത്തിയത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, M അനിൽകുമാർ, TV രാജേഷ്, M പ്രകാശൻ എന്നിവരോടൊപ്പമെത്തിയാണ് പത്രിക സമർപ്പിച്ചത്. ഷാനവാസ് പാതൂർ, കാസർഗോഡ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. കാസർഗോഡ് ഉദുമ മണ്ഡലങ്ങളിലെ ജനകീയ മുഖമാണ് കാസർഗോഡ് മണ്ഡലത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഷാനവാസ് പാതൂർ 46. 2020 ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ കുത്തകയായിരുന്ന ചെങ്കള ഡിവിഷനിൽ LDF സ്വതന്ത്രനായി മത്സരിച്ച് അട്ടിമറിയ വിജയം നേടി. തുടർന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി. നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഇക്കാലത്ത് നേതൃത്വം നൽകി. ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന പരേതനായ പാതൂർ കുഞ്ഞാവുമിരിയും മകനാണ്. നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് ആണ് കോൺഗ്രസ് വിട്ടത്. ചട്ടച്ചാൽ വെണ്ടിച്ചാലിൽ താമസം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരിക്കെ നടത്തിയ വികസന ഇടപെടലുകളും മണ്ഡലത്തെങ്ങുമുള്ള ജനസ്വാധീനവും ഷാനവാസ് കടുത്ത മത്സരം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ചട്ടഞ്ചൽ കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി പ്രസിഡന്റും ഇന്ദിരാജി കൾച്ചറൽ ആൻഡ് പാലിയേറ്റീവ് ഫോറം ജില്ലാ പ്രസിഡന്റുമാണ്. തിരുവനന്തപുരം സെൻട്രലിൽ സുധീർ കരമന LDF സ്വതന്ത്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധീർ കരമനയെ തീരുമാനിച്ചതായി LDF കൺവീനർ TP രാമകൃഷ്ണൻ അറിയിച്ചു. നടനും സാംസ്കാരിക പ്രവർത്തകരും ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുമാണ് സുധീർ കരമന. പ്രശസ്ത നടനായ കരമന ജനാർദ്ദൻ്റെ മകനാണ്. കേന്ദ്രീയ വിദ്യാലയം പട്ടം സ്കൂളിൽ പഠിച്ച അദ്ദേഹം പിന്നീട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഭൂമിശാസ്ത്ര ബിരുദം പൂർത്തിയാക്കി. തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ നിന്ന്
ബിരുദവും നേടി. ബിരുദാനന്തര ബിരുദം തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിൽ ജോലി ചെയ്തു. തുടർന്ന് 1993 തിരുവനന്തപുരത്തെ ക്രൈസ്റ്റ് നഗർ സ്കൂളിലും ഖത്തറിലെ MES ഇന്ത്യൻ സ്കൂളിലും അധ്യാപകനായി ജോലി ചെയ്തു. പിന്നീട് 1998 ഖത്തറിൽ നിന്ന് മടങ്ങി വെങ്ങാനൂരിലെ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായി ചേർന്നു. തിരുവനന്തപുരത്തെ വെങ്ങാനൂരിലെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലായിരുന്നു. തളിപ്പറമ്പിൽ KPCC അംഗം UDF വിമത സ്ഥാനാർത്ഥി. UDF വീണ്ടും പ്രതിസന്ധിയിലാക്കി തളിപ്പറമ്പിലും വിമത സ്ഥാനാർത്ഥി. KPCC അംഗവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിരുന്ന കൊയ്യം ജനാർദ്ദനൻ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സ്വതന്ത്രനായി ശനിയാഴ്ച പത്രിക സമർപ്പിച്ചു. CPM പുറത്താക്കിയ TK ഗോവിന്ദനെ UDF സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് മത്സരം. അതിനിടെ നേരത്തെ വിമതനായി പത്രിക നൽകുമെന്ന് അറിയിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹൻ പിൻവാങ്ങിയതായി അറിയിച്ചുവെന്നും തനിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതായോ കൊയ്യം ജനാർദ്ദനൻ പറഞ്ഞു. ശനിയാഴ്ച പകൽ 12ഓടെയാണ് പ്രാദേശിക നേതാക്കൾക്കൊപ്പമെത്തി കൊയ്യം ജനാർദ്ദനൻ പത്രിക നൽകിയത്. പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ TK ഗോവിന്ദനെ UDF സ്ഥാനാർത്ഥിയാക്കിയതിലാണ് പ്രതിഷേധമെന്നും അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് മത്സരിക്കുന്നതെന്നും ജനാർദ്ദനൻ പ്രതികരിച്ചു. കാലുമാറിയെത്തിയ TK ഗോവിന്ദൻ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ പത്രിക പിൻവലിക്കും. TK ഗോവിന്ദൻ സ്വതന്ത്രനായാണ് മത്സരിക്കുന്നതെങ്കിൽ പ്രവർത്തകരുടെ വികാരം മാനിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കർഷക തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KV പുഷ്പജൻ, കോൺഗ്രസ് ശ്രീകണ്ഠപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി NK രമേശൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് MK രാജീവൻ, തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റി BP ഹംസ, MB രാജീവൻ, KP മോഹനൻ തുടങ്ങിയവർ പത്രിക സമർപ്പണ വേളയിലുണ്ടായി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.